എല്ലാവർക്കും നമസ്കാരം. ചെമ്മീൻ വാങ്ങിയിട്ട് കുറച്ചിട്ടാണ് ഇന്നലെ വാങ്ങി കൊണ്ടുവച്ച ഫ്രിഡ്ജിൽ. അപ്പോൾ അതിനെക്കൊണ്ടുള്ള കറി ഇന്ന് വെക്കാൻ പോവാണ്. അപ്പോൾ ചെമ്മീൻ ആദ്യം വൃത്തിയാക്കി നന്നാക്കിയിട്ട് വരാം. 2 തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുടംപുളീൻ്റെ 2 കഷ്ണം എടുത്തിട്ടുണ്ട്, കുറച്ച് മറ്റേ വാളംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതിൻ്റെ പകുതി മതി കഷ്ണം. ചെമ്മീനെ ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ട് നിങ്ങൾ കറി ഉണ്ടാക്കാൻ നോക്കട്ടോ. തേങ്ങ ഉണ്ട്, ചട്ടി എടുത്തിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാൻ. ഇതിൽ ഞാൻ പച്ചക്കായാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഒരു പച്ചക്കായൻ്റെ പകുതി എടുത്ത് കൊടുക്കണം. നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കട്ടെ. കൂടെ തന്നെ മാങ്ങ അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കും. ഇതൊക്കെ വേവുള്ളത്. 2 തക്കാളി എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ്, 2 പച്ചമുളക്, കുരുമുളക് വെള്ളം ഒഴിച്ചു. ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുക കേട്ടോ. ഓരോ ആൾക്കാർ ഓരോ രീതിയിലാണ് ഉണ്ടാക്കല്. അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു. ഇത് വേവാൻ മാത്രമല്ല, പിന്നെ നമുക്ക് പുളിവെള്ളമൊക്കെ ഒഴിക്കാണ്ടല്ലോ. പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. വേവട്ടെ, നമുക്ക് അടച്ച് വയ്ക്കാം. ജീരകം ഞാൻ പൊടിച്ച് വെച്ചതാണ്, അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. തുള്ളി ഇടുന്നുണ്ട്, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു 4 അല്ലി ചെറിയുള്ളി ഇടുന്നുണ്ട്. ഇതിനെ നല്ലോണം അരച്ചിട്ട് വരാം. പച്ചക്കായും ചെമ്മീൻ തക്കാളി തേങ്ങയും വെളുത്തുള്ളി ഇഞ്ചിയും കേട്ടോ, നല്ല സൂപ്പർ കറി, ചെമ്മീൻ കറി തിളച്ച് വരുന്നുണ്ട്. പിന്നെ എല്ലാ കഷ്ണമൊക്കെ വെന്തല്ലേ. അപ്പം നമുക്കിത് വാങ്ങി വെക്കും. നല്ല നാടൻ ചെമ്മീൻ കറിയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നല്ല നാടൻ കരിവേപ്പില ഇട്ട് നമുക്കിത് വാങ്ങി മാറ്റി വയ്ക്കും. ഇനി അതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം. താളിപ്പ് ഇതിലേക്ക് ഒഴിച്ച് വെക്കണം. അപ്പം നമ്മളെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ചെറിയ ചെമ്മീനായതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ട്. ചിക്കന്